ഓക്കെ സെക്ഷൻ നമ്പർ 54 നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സംഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഓൾറെഡി അത് ട്രാൻസ്ഫർ ആയിരിക്കും, ബട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിന് ടാക്സ് കൊടുക്കേണ്ട എക്സംഷൻ കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അല്ലേ? അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സെക്ഷൻ നമ്പർ 54 നമ്മൾ പഠിച്ചത് SSC ഇൻഡിവിജ്വലോ HUF ആണെങ്കിൽ SSCയുടെ കയ്യിൽ ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, അതായത് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അയാളത് വിറ്റിട്ടുണ്ടാവുന്ന ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ അയാൾ ആ ഒരു പൈസ, ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് എന്ത് വാങ്ങിക്കണം? പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കണം, അല്ലേ? ഹി ഹാസ് ടു ഇൻവെസ്റ്റ് ദാറ്റ് എമൗണ്ട് ടു പർച്ചേസ് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര ഇയറിൽ? വിത്തിൻ 1 ഇയർ ബിഫോർ, അല്ലേ? ഇത് വിൽക്കുന്നതിനേക്കാളും 1 വർഷം മുന്നേ, അല്ലെങ്കിൽ വിത്തിൻ 2 ഇയർ ഫ്രം ദ ട്രാൻസ്ഫർ ഡേറ്റ് വാങ്ങിച്ചിരിക്കണം പുതിയൊരു ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ, വീട് വെക്കുകയാണെങ്കിൽ, കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ പുതിയ വീട് ഉണ്ടാക്കിയിരിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് എക്സംഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യപ്പെടും. പിന്നെ ഇത് എത്ര ക്വാണ്ടിറ്റി, എത്ര എക്സംഷൻ കിട്ടും എന്നുള്ളതാണ്. എത്രയാണോ പുതിയ അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അത്ര കിട്ടുന്ന പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം, ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ്. ഇത് വിറ്റിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ 1 ലാക്കാന്ന് വെച്ചോ. വിറ്റിട്ട് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ 1 ലാക്ക്. ഇനി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, പുതിയ വീട് വാങ്ങിച്ചിരിക്കുന്നത് 2 ലാക്കിനാണ്. നിങ്ങൾ പറ, ഇതിലേതിനാണ് നമുക്ക് എക്സംഷൻ കിട്ടുക? മാക്സിമം നമുക്ക് എത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായത്? ഇത്രയല്ലേ? നമ്മൾ ഈ ഒരു വീട് വിറ്റിട്ട് നമുക്കുണ്ടായ ലാഭം 1 ലാക്കാണ്. സോ ഈ 1 ലാക്കിൻ്റെ എക്സംഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് 2 ലാക്ക് ഇട്ടാൽ നമുക്ക് കിട്ടൂല. ബട്ട് ഏറ്റവും മാക്സിമം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലാഭത്തിന് വെച്ചിട്ടേ കിട്ടുള്ളൂ. അതാണ് ഈ ലോവർ ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഇവിടെ 1 ലാക്ക് ആണെങ്കിൽ ഫുള്ള് നമുക്ക് എക്സംഷൻ കിട്ടും. ബിക്കോസ് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഉണ്ടാക്കിയത് 1 ലാക്കാണ്. അപ്പോൾ ഈ 1 ലാക്ക് ഫുള്ളായിട്ട് നമ്മൾ പുതിയ വീട്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഫുള്ളി 1 ലാക്ക് നമുക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ഓക്കെ, അടുത്ത് ഇവിടെ 50,000 ആണെങ്കിലോ നമുക്ക് 50,000 കിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കി 1 ലാക്ക്, ബട്ട് നമ്മൾ എത്രയും അത് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ? 50,000. സോ ഇവിടെ 50,000 കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഈ ലോവർ ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ദ ന്യൂ ഹൗസ്. അങ്ങനെ എഴുതിക്കോളെ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് എ ന്യൂ ഹൗസ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ അറൈസ് ഫ്രം ദി ട്രാൻസ്ഫർ. ഇതിലേതാണോ ലോവർ അതിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മൾ പ്രോബ്ലം ചെയ്ത് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് 3 ഇയർ. 3 ഇയറിനുള്ളിൽ ഇതൊന്നും. ഓക്കെ, ഇനിയോ നമ്മൾ ROI റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഈ പർട്ടിക്കുലർ ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിത് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇടണം? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലോട്ട് കൊണ്ടുപോയി ഇടണം. ഓക്കെ, ബാക്കി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. നൗ ഡിസ്കസിങ് സെക്ഷൻ നമ്പർ 54B. ഇവിടെ ശ്രദ്ധിച്ചോളെ. ഹിയർ അഗെയിൻ SSC ആരായിരിക്കണം? ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആയിരിക്കണം. ഓക്കെ, ഇൻഡിവിജ്വൽ ആൻഡ് HUF ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് ഒരു ക്യാപിറ്റൽ അസറ്റ്. എന്ത് ക്യാപിറ്റൽ അസറ്റ്? അഗ്രികൾച്ചറൽ ലാൻഡ്. എവിടെയുള്ള അഗ്രികൾച്ചറൽ ലാൻഡ്? അർബൻ ഏരിയയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ്. സോ ഈ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ മിസ്റ്റർ എ ആണെങ്കിൽ മിസ്റ്റർ എക്ക് ടൗണിൽ, അർബൻ ഏരിയയിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്. എന്താ അർബൻ എന്ന് പറഞ്ഞത്? റൂറൽ ഏരിയയിലെ അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല, അതിവിടെ വരികയില്ല. സോ ശ്രദ്ധിക്കണം, അർബനിലെ അഗ്രികൾച്ചറൽ ലാൻഡ് അയാൾ വിറ്റിട്ട് അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. ട്രാൻസ്ഫർ ചെയ്തിട്ട് അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. സെയിൽ എന്നുള്ള വേർഡ് എക്സാമിന് യൂസ് ചെയ്യരുത്. ട്രാൻസ്ഫർ ആണ്. ബിക്കോസ് ട്രാൻസ്ഫറിൽ സെയിൽ, എക്സ്ചേഞ്ച് കുറേ സാധനങ്ങൾ പെടും. സോ പറയുമ്പോൾ സെയിൽ എന്ന് പറഞ്ഞു പോകും, ബട്ട് ട്രാൻസ്ഫർ ആണ് അവിടെ. സോ നമ്മൾ ഈ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അഗ്രികൾച്ചറൽ ലാൻഡ്. എന്നിട്ട് അയാൾ അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുമ്പോൾ അതിന് എക്സംഷൻ കിട്ടും. എപ്പോഴും അയാൾ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കാൻ. അതും എവിടെ തന്നെ? അർബനിലോ റൂറലിലോ ഒക്കെ എവിടെ വേണ്ടിക്കലും വാങ്ങിക്കാം. പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കണമെന്ന് മാത്രം. എവിടാന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അർബനിലായിക്കോട്ടെ റൂറലിലായിക്കോട്ടെ പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഹി വിൽ ഗെറ്റ് എക്സംഷൻ. വാങ്ങിക്കുന്ന ലിമിറ്റ് എത്രയാണ്? പർച്ചേസ് ചെയ്യാനേ പറ്റൂ, കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ അഗ്രികൾച്ചറൽ ലാൻഡ് ഇല്ല. സോ വിത്തിൻ 2 ഇയർ ഫ്രം ദ ട്രാൻസ്ഫർ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. എത്ര എക്സംഷൻ കിട്ടും? സെയിം നമ്മൾ ഉണ്ടാക്കിയ ക്യാപിറ്റൽ ഗെയിൻ. അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ പുതിയത് വാങ്ങിക്കാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിൽ ഏറ്റവും ലോവറിന് നമുക്ക് എന്ത് കിട്ടും?
ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ലോവർ ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് ദ ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് ഓർ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ദി ഓൾഡ് അഗ്രികൾച്ചറൽ ലാൻഡ് വിച്ച് എവർ ഇസ് ലോവർ. ഓക്കെ, ഇതിലേതാണോ കുറവ് അത് നമുക്ക് എക്സംഷൻ കിട്ടും. ലോക്ക് ഇൻ പീരീഡ് സെയിം 3 ഇയർ ആണ് ഇവിടെയും ലോക്ക് ഇൻ പീരീഡ് വരുന്നത്. അതേപോലെ തന്നെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇത് ഈ എമൗണ്ട്, ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതെങ്ങോട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കണം? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. സോ സെക്ഷൻ 54 നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 54B വലിയ ബുദ്ധിമുട്ടില്ല. ഓൺലി ഡിഫറൻസ് ഈ ഒരു സാധനം ഇവിടെ 2 ഇയർ ആവുന്നു മാത്രം. ബിക്കോസ് കൺസ്ട്രക്ഷൻ നമുക്ക് എന്തായാലും ഇവിടെ വരുന്നില്ല. So section number 54B. Now your textbook. See, section number 54B. ഞാനതൊന്നും വായിക്കുന്നില്ല, ഞാനത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളതും അതേപോലെ ടേബിൾ ഫോമിലാക്കിയിട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, സി മിസ്റ്റർ രാഹുൽ പർച്ചേസ്ഡ് എ പീസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ആൻ അർബൻ ഏരിയ. അതായത് നമ്മൾ ഒരു സെക്ഷൻ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ബാക്കി സെക്ഷൻസ് നമുക്ക് ഈസി ആയിരിക്കും. എക്സംഷൻ്റെ കേസിൽ കുഞ്ഞു മാറ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുള്ളൂ കേട്ടോ. സോ മിസ്റ്റർ രാഹുൽ അതുകൊണ്ടാണ് ഒന്നാമത്തെ സെക്ഷൻ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ പഠിച്ചതും. മിസ്റ്റർ രാഹുൽ പർച്ചേസ് ചെയ്തു അഗ്രികൾച്ചറൽ ലാൻഡ് എവിടെ? അർബൻ ഏരിയയിൽ 2006-2007 ഇയാളുടെ കയ്യിലൊരു അഗ്രികൾച്ചറൽ ലാൻഡ് അർബൻ ഏരിയയിൽ ഇയാൾ വാങ്ങിച്ചു. ഹി വാസ് യൂസിങ് ഇറ്റ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻ മാർച്ച് ഓക്കെ, ഇവിടെ പറയാൻ വിട്ടതൊരു കാര്യമുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. സി ഈ ലാൻഡ് ഉണ്ടല്ലോ, നേരത്തെ സെക്ഷൻ നമ്പർ 54B ആണ് പറയുന്നത്. സെക്ഷൻ നമ്പർ 54Bയിൽ നമ്മളിത് അഗ്രികൾച്ചറൽ ലാൻഡാന്ന് പറഞ്ഞല്ലോ. ഇത് അഗ്രികൾച്ചറൽ ലാൻഡ് ആവണമെങ്കിൽ ഇത് വിൽക്കുന്നതിനേക്കാളും, ഈ പർട്ടിക്കുലർ അഗ്രികൾച്ചറൽ ലാൻഡ് വിൽക്കുന്നതിനേക്കാളും 2 വർഷം മുന്നേ 2 ഇയർ ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ SSC അല്ലെങ്കിൽ SSCൻ്റെ പാരൻസ് ഇത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, ദ ലാൻഡ് വാസ് ഇൻ ദ 2 ഇയർ ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്തിനുപയോഗിക്കുന്നതായിരിക്കണം? അഗ്രികൾച്ചറൽ പർപ്പസിന്. അത് SSC അല്ലെങ്കിൽ SSCൻ്റെ പാരൻസിന് യൂസ് ചെയ്യാം. ഓക്കെ, ഓണർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാൻഡ് 2 ഇയർ ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ being used for either the SSC or by his parents for the agricultural purpose. അതും കൂടെ ഓർമ്മിക്കുക, അതവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, നൗ യുവർ പ്രോബ്ലം. രാഹുൽ പർച്ചേസ് ചെയ്ത് ഈ ഡേറ്റിന് ഈ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് അയാൾ അത് അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ആ അഗ്രികൾച്ചറൽ ലാൻഡ് അർബൻ ഏരിയയിൽ അഗ്രികൾച്ചറൽ ലാൻഡ് അയാൾ മാർച്ച് 2021 വിൽക്കുകയാണ്. അവിടെ വരും സെക്ഷൻ നമ്പർ 54B. അഗ്രികൾച്ചറൽ ലാൻഡ് അർബൻ ആണ്, അതാണ് അയാൾ വിറ്റത്. എന്നിട്ട് അയാൾ പുതിയ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരും സെക്ഷൻ നമ്പർ 54B. ഈ പർച്ചേസ് അനദർ പീസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ്. സോ അയാൾ വീണ്ടും അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിച്ചു. സോ 54 സെക്ഷൻ നമ്പർ 54B. ഇമീഡിയറ്റ്ലി ഫോർ 5 lakh 5 ലക്ഷത്തിന് ആൻഡ് ഡിപ്പോസിറ്റഡ് 3,50,000 ഇൻ CGAS സ്കീം. സോ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അഗ്രികൾച്ചർ ലാൻഡ് 5 lakhന് വാങ്ങിച്ച് എന്നിട്ട് 3,50,000 CGASൽ അയാൾ ഡിപ്പോസിറ്റും ചെയ്തു. സോ യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ദി ക്യാപിറ്റൽ ഗെയിൻ. സോ നമ്മൾ നേരിട്ട് ചെയ്യാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒന്നാമത്തെ കണക്ക് വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് വിറ്റ പൈസ വേണം, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അയാൾ വിറ്റിരിക്കുന്നത് 12 ലക്ഷത്തിനാണ്. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇൻഡെക്സ് ചെയ്യണോ നോക്കാം. ലോങ് ടേം ആണോ? 2006 വാങ്ങിച്ചതാണ്, 2006-07 വാങ്ങിച്ച് 2021 വിറ്റത്. സോ ഇൻഡെക്സേഷൻ വേണം. ഇൻഡെക്സേഷൻ വേണമെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? 1 lakhനാണ് വാങ്ങിച്ചത്. സോ 1 lakh എന്ന് എഴുതി. 1 lakh ഇൻറ്റു 301 ട്രാൻസ്ഫർ ചെയ്ത ഇയർ, അക്വയർ ചെയ്ത ഇയർ, അതൊന്നും ഇനി പറയൂല, അത് നിങ്ങൾ നോക്കി ചെയ്യുക. സോ ഇത് നമുക്ക് കിട്ടും. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 953279. സോ ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണ്ട. എപ്പം? പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കോ, ഇവിടുന്ന് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും പുതിയ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ പൈസ. കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ ലാൻഡ് എഴുതിക്കൊള്ളാം. എത്ര പൈസക്ക് വാങ്ങിച്ച? 5 ലക്ഷത്തിന്. കൂടാണ്ട് ഇയാൾ CGASൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് 3,50,000. സോ
സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 8,50,000. ഇതിലേതാണോ ഹയർ അത്രയും ഇതിലേതാണോ ലോവർ അത്രയും നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. അപ്പോൾ ഇതേതാ ലോവർ ഇത്ര, അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഇവിടുന്ന് മൈനസ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ ഇവിടുന്ന് മൈനസ് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇതിലേതാണോ ലോവർ എന്നുള്ള പോയിന്റ്. ഓക്കെ, സോ ഇതിനേക്കാളും കൂടുതൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ലെസ് ചെയ്യാൻ പറ്റില്ല. സോ 8,50,000 103,279 വരും. എന്ത്, ഇതാണ് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇത്രേന് ടാക്സ് കൊടുക്കണ്ട, നമുക്ക് ഇത്രേന് ടാക്സ് കൊടുത്താൽ മതി. സെക്ഷൻ നമ്പർ 54B. ഇല്ലുസ്ട്രേഷൻ നമ്പർ 20. ഗൗതമിന് 10 acre ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട് ബാംഗ്ലൂർ ഒരു അർബൻ ഏരിയ ആണ്. സോ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഫാദർ പർച്ചേസ് ചെയ്ത ലാൻഡ് 1985 3 lakhനാണ്. ഓക്കെ, ഇയാളുടെ ഫാദറാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഹീ സോൾഡ് ദ ലാൻഡ് 50 lakh ഓൺ 30/11/2017. ഫെയർ മാർക്കറ്റ് വാല്യൂ ഈ ഡേറ്റിൻ്റെ തന്നിട്ടുണ്ട്. യൂസിങ് ദ സെയിൽ കൺസിഡറേഷൻ ഹി ഇമീഡിയറ്റ്ലി പർച്ചേസ്ഡ് ആൻ അഗ്രികൾച്ചറൽ പ്ലോട്ട് വിത്തിൻ ആ സിറ്റി ലിമിറ്റ് ഓഫ് 21 lakh. എവിടെ വാങ്ങിച്ചു എന്നുള്ളത് നമുക്ക് പ്രസക്തിയല്ല, ബിക്കോസ് 54Bയിൽ നിങ്ങളോട് പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് അർബൻ ഏരിയയിൽ തന്നെ വാങ്ങണം എന്ന് പറയുന്നില്ല. However, he sold the plot for 35 lakh on 20/10/2020. ഇയാൾ വിറ്റിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. ക്വസ്റ്റ്യൻ കുറച്ചുണ്ട്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതുന്നു. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് എക്വിസിഷൻ, ഇത് ഗൗതമിൻ്റെ ലാൻഡാണ്, ബട്ട് വാങ്ങിയത് അയാളുടെ ഫാദറാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ലാൻഡ് ആരുടെ പേരിലാണ് ഉള്ളത്, മിസ്റ്റർ ഗൗതം. ഓക്കെ, ഗൗതം കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ജൂൺ 1985 വാങ്ങിച്ചത്. സോ ബിഫോർ 1/4/2001 ആണ്. സോ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ഓർ FMV, ഏത് ഡേറ്റിൻ്റെ FMV, 1/4/2001. 1/4/2001 FMV ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 lakh. ഇതിൽ ഹയർ ആണ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ വരിക. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ നമുക്ക് കിട്ടി. ആ പർട്ടിക്കുലർ അർബൻ ഏരിയയിലെ ലാൻഡ് സെയിൽ ചെയ്തിട്ടുണ്ട് 50 lakhന്. സെയിൽ ചെയ്തിട്ട് അതേ ഡേറ്റിന് തന്നെ പുതിയൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇവിടെ വരെ വരും സെക്ഷൻ നമ്പർ 54B. നമുക്ക് ഇവിടെ വരെ ആദ്യം ചെയ്യാം. ഓക്കെ, സോ അവിടെ നമ്മൾ എഴുതും ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 50 lakh. വിറ്റിട്ട് കിട്ടിയിരിക്കുന്നത് 50 lakh. ഇതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ മൈനസ് ചെയ്യണം. ഇൻഡെക്സേഷൻ ആണ്, നോക്കിയാൽ മതി. വിച്ച് എവർ ഈസ് ഹയർ ആണ്. സോ 8 lakh into 30 ഡേറ്റ് ഇവിടെ നോക്കി കോപ്പി ചെയ്യുവാണ്. നിങ്ങളത് ആ ഡേറ്റൊക്കെ നോക്കി അതിൻ്റെ ഇൻഡെക്സ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. ഓക്കെ, 21,76,000 കിട്ടും. 28. നിങ്ങൾ ആരും ഒരു വാക്ക് പറയുന്നില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് എടുക്കാൻ താല്പര്യമേ ഇല്ല. യുനോ ഒരു വൺ വേ പോലെ തോന്നി എനിക്ക്. ലെസ് കോസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് വിത്തിൻ 2 years ഓഫ് ദ സെയിൽ കൺസിഡറേഷൻ. നമുക്ക് ലെസ് ചെയ്യാം. കോസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് 50 lakhനാണ്. 21 lakhനാണ് നമ്മൾ പുതിയൊരു അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. സോ 21 lakh ഇടുന്ന് ലെസ് ചെയ്യാം. സോ യുവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇസ് 7,24,000. ഇതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഏത് ഇയറിൽ, ഇതേതാ ഇയർ, പ്രീവിയസ് ഇയർ 17-18 ആണ്. 17-18 ഈ സെയിൽ നടക്കുന്നത്. സോ ആ ഇയറിലെ കാര്യമാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി ഈ സംഭവം വിറ്റു ഏത് ഇയറിൽ, 2021. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന പ്രീവിയസ് ഇയർ നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിയേക്കണേ. 2021 എനിക്കൊരു ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ട് 35 ലക്ഷം. ഓക്കെ, സോ ഇത് ഞാൻ എത്ര പൈസക്ക് വാങ്ങിച്ച അസറ്റാ, ലെസ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എത്ര പൈസക്ക് വാങ്ങിച്ച 21 lakh അല്ലേ, 20 lakh. എത്ര പൈസക്ക് ഈ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത് 21 lakh. സോ 21 lakh ആണ് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. സോ 21 lakh. ഇനി നമുക്ക് നോക്കാം ഇതെന്താ സംഭവം. ഇവിടെ ലോക്ക് ഇൻ പീരീഡ് പറഞ്ഞിരിക്കുന്നത് 3 year ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്യണം. 3 year ആണ് ലോക്ക് ഇൻ പീരീഡ്. ഇവിടെ 30/11/2017. അപ്പം അടുത്ത 30/11/2018 വരെ ഒരു വർഷം. ഓക്കെ, നെക്സ്റ്റ് 2019 ഈ ഒരു ഡേറ്റ് വരെ എന്ന് പറയുമ്പോൾ ഒരു വർഷം. സോ 2 year ആയി. ഇനി അടുത്തത് നമുക്ക് വരേണ്ടത് ഫുൾ 3 year കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ 30/11/2020 വരണം അല്ലേ. ഫുൾ 3 year കംപ്ലീറ്റ് ചെയ്യേണ്ട ഈ ഡേറ്റ് ആണ് കേട്ടോ. ഇതാണ് വിറ്റ് ഡേറ്റ്.
1 വർഷം എന്ന് പറയുമ്പോൾ അടുത്ത നവംബർ 18, അപ്പോൾ 1 വർഷമായി. ഇതേപോലെ തന്നെ 30/11/2019 ആകുമ്പോൾ 1 വർഷവും കൂടിയാവും. ഇനി അതേപോലെ തന്നെ 30/11/2020 ആകുമ്പോൾ 1 വർഷമോ. സോ ഇതാണ് 3 ഇയർ വരുന്നത് അല്ലേ, നമ്മൾ വിറ്റ് ഡേറ്റ് നോക്കുവാണെങ്കിൽ. ബട്ട് ഇവിടെ വിറ്റിരിക്കുന്നത് ഇതിനേക്കാളും മുന്നേ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആണോ? യെസ്, ഇവിടെ വിറ്റിരിക്കുന്നത് ഇതിനേക്കാളും മുന്നെയാണ്. സോ 3 ഇയർ ലോക്ക് ഇൻ പീരീഡ് കംപ്ലീറ്റ് ആകുന്നതിനേക്കാളും മുന്നേ വിറ്റല്ലോ. വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അസറ്റ് ശരിക്കും ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു പുതിയ അസറ്റ് ലോക്ക് ഇൻ പീരീഡിനേക്കാളും മുന്നേ വിൽക്കുകയാണെങ്കിൽ, സ്വതവേ ലാൻഡിൻ്റെ കേസിൽ നമുക്കറിയാം 24 മന്താണ്. 12 മീൻസ് എന്ത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെയുള്ള അസറ്റ് ഈ ലോക്ക് ഇൻ പീരീഡിന് മുന്നേ അസറ്റ് വിൽക്കുകയാണെങ്കിൽ ഏത് സെക്ഷനിലുമാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സംഷനിൽ പറഞ്ഞിരിക്കുന്ന ഏത് സെക്ഷനിലും നമ്മളിത് വിൽക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്തെഴുതണം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വേണ്ട? ഇൻഡെക്സേഷൻ്റെ ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ 21 lakh നമുക്ക് ഇവിടുന്ന് ലെസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബിക്കോസ് ഇതാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ബട്ട് ഇതിൻ്റെ പേരിൽ നമ്മൾ ഓൾറെഡി എത്ര എക്സംഷൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്? 21 lakhൻ്റെ എക്സംഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആ പർട്ടിക്കുലർ എക്സംഷൻ ലെസ് ചെയ്യണം. എത്രയാണോ അവിടെ വാങ്ങിച്ചത് ആ എക്സംഷൻ. സോ ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഇയറിൽ നമുക്ക് ഒരു എക്സംഷനും കിട്ടില്ല. നമ്മൾ ഈ വിറ്റ് കിട്ടുന്ന കംപ്ലീറ്റ് പൈസയും നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ എത്രയാണോ എക്സംഷൻ കിട്ടുന്നത് അതിൻ്റെ ശേഷം ബാക്കി മാത്രമേ ഇവിടെ നമുക്ക് എക്സംഷൻ കിട്ടും. അവിടെ ഫുൾ കിട്ടിയിട്ടുണ്ട് 21 lakh. സോ ഇത് ആൻസർ ഇസ് 35 lakh ഫുള്ളായിട്ട് നമ്മൾ ചാർജബിൾ ആണ് ടു ടാക്സ്. ഞാൻ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യം സെക്ഷൻ നമ്പർ 54 പറഞ്ഞിട്ടില്ലേ, അതൊന്ന് ഓർമ്മിച്ചേക്കണേ. ഇങ്ങനെ ഒരു ലോക്ക് ഇൻ പീരീഡിന് മുന്നേ അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ. ഇവിടെ വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സോ സെക്ഷൻ നമ്പർ 54 പഠിച്ച് 54B പഠിച്ചു. അതിന് നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ നമ്പർ 54D. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ HUF എന്നുള്ള കാര്യം ഇവിടെ ഇല്ല. ഏത് SSC ആയിക്കോട്ടെ, അയാൾക്കൊരു ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ട്. ഏതൊരു SSC ആയിക്കോട്ടെ, ഒരു ലാൻഡ് ഉണ്ട് ബിൽഡിംഗ് ഉണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് അയാൾ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, അയാളുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ലാൻഡ് ബിൽഡിംഗ് ആയിക്കോട്ടെ. ഒരു ബിൽഡിംഗ് നമുക്ക് മനസ്സിൽ കാണാം. സോ അയാളുടെ ഓഫീസ് കെട്ടിടം, ഇങ്ങനെ ഫാക്ടറി, ഓഫീസ്, വാട്ടെവർ ഇറ്റ് ഈസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇത് കമ്പൽസറി അക്യൂർ ചെയ്ത് കൊണ്ടുപോയി. സോ കമ്പൽസറി അക്വിസിഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബട്ട് നടന്നിരിക്കുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് എടുത്തു കൊണ്ടുപോയിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട്? ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു പഠിച്ചിട്ടുണ്ട് അല്ലേ? കമ്പൽസറി അക്വിസിഷനെ നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ സെക്ഷൻ നമ്പർ ഏതിൽ പഠിച്ചു? വേഗം പറയൂ, തിരിച്ചിട്ട് നോക്കൂ. സെക്ഷൻ നമ്പർ 45 സബ്സെക്ഷൻ 5 അല്ലേ? ഓക്കെ. സോ നോക്ക്, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കമ്പൽസറി അക്വിസിഷൻ ആണ്. അവിടെ കമ്പൽസറി അക്വിസിഷൻ ഓഫ് വാട്ട്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. എന്നിട്ട് അത് ക്യാപിറ്റൽ ഗെയിൻ വരും. അതിന് നമുക്ക് എക്സംഷൻ കിട്ടും. എപ്പോഴും നമ്മൾ പുതിയൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നെ വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് റീ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലേ? നമ്മൾ ഓൾറെഡി ഈ ബിൽഡിംഗ് എല്ലാം അടിച്ച് പിടിച്ച് എന്ത് ചെയ്യും? ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയി. സോ നമുക്ക് നമ്മുടെ ഈ അണ്ടർടേക്കിംഗ് റീ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ പുതിയ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എത്ര ഇയർ വേണോ? എത്ര ഇയർ കൊണ്ട് നമ്മൾ പുതിയ സാധനം വാങ്ങിക്കണം? വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ദ കോമ്പൻസേഷൻ. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴാണോ പൈസ കിട്ടുന്നത് അതിൻ്റെ 3 വർഷത്തിനുള്ളിൽ വേറെ ഒന്നും അങ്ങനെയല്ല. അവിടെ എല്ലാത്തിലും ട്രാൻസ്ഫറിൻ്റെ ഡേറ്റാണ് കൊടുത്തത്. ബട്ട് ഇവിടെ കോമ്പൻസേഷൻ എപ്പോഴാണോ കിട്ടുന്നത് ആ കോമ്പൻസേഷൻ കിട്ടിയിട്ട് 3 വർഷത്തിനുള്ളിൽ പുതിയൊരു ലാൻഡ് ആൻഡ് ബിൽഡിങ് ഫോർ റീ എക്സ്റ്റാബ്ലിഷിംഗ് ദ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന് വേണ്ടി തന്നെ വാങ്ങിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. എത്ര എക്സംഷൻ കിട്ടും? ഒന്നിക്ക് നമ്മൾ പുതിയതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ. സെയിം അതേപോലെ തന്നെ ഇവിടെയും ലോക്കിംഗ് പീരീഡ് എത്ര തന്നെ? 3 year തന്നെ. പിന്നെ നമ്മൾ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഇത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുപോയി ഇടണം? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ കൊണ്ടുപോയി ഇടണം. സിമ്പിൾ അല്ലേ? ഓക്കെ, സോ ഓർമ്മിച്ചാൽ മതി കേട്ടോ. ഇത് അതേപടി ഇവിടെ എഴുതിയിട്ടുണ്ടാവും.
ഇവിടെ നോക്കുക. സോ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ലോക്ക് ഇൻ പീരീഡിന് മുന്നേ വെക്കുകയാണെങ്കിൽ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നോക്കണ്ട, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സോ ഇല്ലുസ്ട്രേഷൻ നമ്പർ വായിക്കുന്നില്ല, ഞാൻ ഈ പറഞ്ഞത് തന്നെ ആയിരിക്കും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക കേട്ടോ. ഓക്കെ, പിന്നെ ഇത് കോപ്പി ചെയ്ത് എഴുതുവാണെങ്കിൽ ഇവിടെ വിശദമായിട്ട് എഴുതി കൊടുക്കണേ. ലോവർ ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് ന്യൂ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫോർ റീ എക്സ്റ്റാബ്ലിഷിംഗ് ദ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഇവിടെ ഉണ്ടത്. Shifting or re-establishing the industrial undertaking or capital gain from the transfer of capital gain arising from the compulsory acquisition. ഇവിടെ compulsory acquisition അല്ലേ of land and building of industrial undertaking whichever is lower. Okay. So illustration number 21. Hindustan Chemical Limited has an industrial ഞാൻ ഈ പെട്ടെന്ന് തീർക്കും കേട്ടോ, അതിൽ ടെൻഷൻ ഒന്നും വേണ്ട. ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ തിരിച്ചു പോകുന്ന ദുബായിലേക്ക്. അപ്പം സാപ്പ് പറയാൻ പാടില്ല, SAPൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ എക്സാമും കാര്യമെല്ലായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഇൻഡസ്ട്രിയൽ കെമിക്കൽ ലിമിറ്റഡ് ഹാസ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ. കമ്പനി ഹാഡ് എ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ 2001-2002 യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. സോ ഇൻഡസ്ട്രിയൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ബിൽഡിങ് ഗവൺമെൻറ് ഏറ്റെടുത്തു. 1 ജൂൺ 2020 ഇയാൾക്ക് പൈസ കിട്ടി, കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ ഇതിൽ 3 വർഷത്തിനുള്ളിൽ വാങ്ങിക്കണം. WDV ഓഫ് ദ ബിൽഡിംഗ് ഓൺ 1/4/2020 വാസ് 75 lakh. ഓക്കെ, WDV തന്നിട്ടുണ്ട് ബിക്കോസ് ഡിപ്രിഷ്യബിൾ അസറ്റ് ആണ് ബിൽഡിംഗ്. കമ്പനി PGBPയിൽ വരുന്ന സാധനമാണ്, ബിസിനസ് അണ്ടർടേക്കിംഗ് ആണ്. സോ ഇവിടെയാണ് ഡിപ്രിഷ്യബിൾ അസറ്റ് വരും. നിങ്ങൾക്ക് സംശയം വരും, അയ്യോ മുമ്പത്തേനൊന്നും എടുത്തില്ലല്ലോ, മുന്നേത്തതൊക്കെ നമ്മുടെ സാധാരണ ഇൻഡിവിജ്വൽ SSCൻ്റെ കേസാണ് പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് നമ്മളെ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തെന്നൊന്നും പറയുന്നില്ല. സോ ബിസിനസ് പർപ്പസിൻ്റെ കേസിലാണ് ഇവിടെ ഡിപ്രിസിയേഷനൊക്കെ വരിക. ബിൽഡിംഗ് ആസ് ഓൺ 75 lakh തന്നിട്ടുണ്ട് WDV. കമ്പനി കൺസ്ട്രക്റ്റഡ് അനദർ ബിൽഡിംഗ് ഫോർ ദ സെയിം പർപ്പസ് ഓൺ മാർച്ച് 2021. 3 വർഷത്തിനുള്ളിൽ അയാൾ പുതിയ സംഭവം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ അതും തന്നിട്ടുണ്ട്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ഇവിടെ തന്നെ ചെയ്യുവാണ്, എല്ലാം നിങ്ങൾ എഴുതുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വേണം. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ? ക്വസ്റ്റ്യൻ അല്ലേ, എവിടെയോ പോയി. ക്വസ്റ്റ്യൻ എവിടെ? ഇതാ ക്വസ്റ്റ്യൻ എവിടെയാണ്. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് അത്. അപ്പോൾ കോമ്പൻസേഷൻ കിട്ടിയിരിക്കുന്നത് 12 lakh. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കമ്പൽസറി അക്വിസിഷൻ്റെ സമയത്ത് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ അല്ല മൈനസ് ചെയ്യേണ്ടത്. ഡിപ്രിഷ്യബിൾ അസറ്റിൻ്റെ കേസിൽ WDV വേണം മൈനസ് ചെയ്യാൻ. സോ WDV ഇവിടെ തന്നിട്ടുണ്ട് 7,50,000. ഓൾവേസ് ഇതെന്ത് ഗെയിൻ ആയിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. സോ 4,50,000 ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. എക്സംഷൻ കിട്ടുമോ? കിട്ടും. പുതിയ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. സോ കോസ്റ്റ് ഓഫ് ന്യൂ അങ്ങനെ എഴുതുക. കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ ആൻഡ് സെക്ഷൻ നമ്പർ 54D ഇതൊക്കെ നിങ്ങൾ എഴുതുക. ആൻഡ് എത്ര പൈസയൊക്കെ വാങ്ങിച്ചത്? 6 lakh. ബട്ട് ഇവിടെ എന്തായി? ഇതിൽ ഏതാണോ ലോവർ അത്ര, അപ്പോൾ ഇവിടെ എഴുതുക 6 lakh. ഇപ്പുറത്ത് എഴുതുക എത്രയാണോ ലോവർ അത്രേന് മാത്രം എക്സംഷൻ കിട്ടും. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാ ലോവർ? 4,50,000 എക്സംഷൻ കിട്ടും. സോ യുവർ ടാക്സ് കൊടുക്കേണ്ട റേറ്റ് നില്ല. ഇതാ ഇവിടെ ഉണ്ട്, നിങ്ങൾ കോപ്പി അടിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, സി സെക്ഷൻ നമ്പർ 54 ഈസി ആണ് അടുത്തത്. ഈസി എന്ന് പറയുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട് ഇതിലൊക്കെ, ചെറിയ പ്രശ്നം മാത്രം. ഇവിടെ ശ്രദ്ധിച്ചോ. ഈസി എനി SSC ആരും ആവാം. അയാളുടെ കയ്യിൽ, ആ SSCയുടെ കയ്യിൽ ഒരു ലോങ് ടേം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. എന്നിട്ട് അയാൾ അത് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ആ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് വാങ്ങിക്കുകയാണ്? സ്പെസിഫൈഡ് ലോങ് ടേം ബോണ്ട് വാങ്ങിക്കുകയാണ്. ലോങ് ടേം സ്പെസിഫൈഡ് ബോണ്ട് വാങ്ങിക്കുകയാണ്. പറയാൻ എന്താണ്, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നക്കാരൻ. സോ ലോങ് ടേം സ്പെസിഫൈഡ് ബോണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ വിത്തിൻ 6 months ഫ്രം ദ ട്രാൻസ്ഫർ ഡേറ്റ്, ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിന് 6 മാസത്തിനുള്ളിൽ ഇയാൾ പുതിയൊരു സ്പെസിഫൈഡ് ബോണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇയാൾക്ക് എക്സംഷൻ കിട്ടും. എക്സംഷൻ വ്യത്യാസമുണ്ട്. എക്സംഷന് ശ്രദ്ധിച്ചോളൂ. എമൗണ്ട് ഇൻവെസ്റ്റഡ്, അതായത് ഈ പുതിയ സാധനം വാങ്ങിക്കാനുള്ള എമൗണ്ട് ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഇസ് ലോവർ ബട്ട് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 50 lakh.
ഓക്കെ. ഫോർ എക്സാമ്പിൾ എൻ്റെ പെൻസിൽ കാണുന്നില്ല, പെൻസിൽ കാണുന്നില്ല, അപ്പോൾ ഇതാ കിട്ടിയ ഗ്രാഫൈറ്റ് പെൻസിൽ. ഇതാണെങ്കിൽ ഇത് ഇല്ലേ? ഓക്കെ. സോ ഇവിടെ ശ്രദ്ധിച്ചോളാം, ഇവിടെയാണ് ഇതാണ് പറയുന്നത്. സോ എമൗണ്ട് ഇൻവെസ്റ്റഡ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 10 ലക്ഷമാണെന്ന് വിചാരിച്ചു. ഓക്കെ. പുതിയ ബോണ്ട് വാങ്ങിക്കാൻ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരിക്കുന്നത് ഒരു 40 ലാക്കാന്ന് വെച്ചോ. ഇതിൽ ലോവർ ഏതാ? 10 ലാക്ക്. സോ പ്രശ്നമില്ല. സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 50 ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ 10 ലക്ഷമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇത് 50 ലക്ഷം വരെ പോവാം. 50 ലക്ഷം കടന്നിനോ ഇല്ല, അപ്പോൾ പ്രശ്നമില്ല. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളെ. ഓക്കെ. ഇത് 10 കോടിയാണ്. ഞാൻ ഒരു 0 കൂടി ചേർക്കുവാണ്. 1 കോടി. ഇത് 1 കോടി, ഇത് 60 ലക്ഷം. ഓക്കെ. എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 10 കോടി. 1 കോടി. 1 കോടിയുടെ പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ വിറ്റിട്ട് കിട്ടിയിരിക്കുന്ന ലാഭം 60 ലക്ഷമാണ്. സോ വിച്ച് എവർ ഇസ് ലോവർ, അപ്പോൾ 60 ലക്ഷം വരും അല്ല. വിച്ച് എവർ ഇസ് ലോവർ ആണ് എക്സംഷൻ. സോ 60 ലക്ഷം വരും. ബട്ട് ഇവിടെ എത്രയിൽ കൂടാൻ പാടില്ല? 50 ലാക്കിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഇവിടെ എക്സംഷൻ എത്ര വരും? 50 ലാക്ക്. സോ എക്സംഷൻ്റെ എമൗണ്ട് എത്രയിൽ കൂടാൻ പാടില്ല? 50 ലാക്കിൽ കൂടാൻ പാടില്ല. 50 ലാക്കിൽ കുറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ബട്ട് 50 ലാക്കിൽ കുറവാണ് നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയതെങ്കിൽ അതിന് ഏറ്റവും മാക്സിമം ലിമിറ്റ് ഇസ് 50 ലാക്ക് മാത്രമേ നമുക്ക് അവിടുന്ന് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ എഴുതുമ്പം ഇങ്ങനെ എഴുതാം. ലോവർ ഓഫ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ടു പർച്ചേസ് ദ ന്യൂ സ്പെസിഫൈഡ് ലോങ് ടേം ബോണ്ട് ഓർ ക്യാപിറ്റൽ ഗെയിൻ arise from the transfer of land and building subject to a maximum of 50 lakh. So ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ വരുന്നത് ലോക്ക് ഇൻ പീരീഡ്. ഓക്കെ. സോ അത് ഇനി ഇവിടെ ലോക്ക് ഇൻ പീരീഡ് 5 ഇയർ ആണ്. ബട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് 3 എന്നാണുള്ളത്. ഓക്കെ. ബട്ട് ഇത് 5 ഇയർ ആണ്. ബട്ട് 3 എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ദെൻ യു എസ് ഇറ്റ് ഇസ് വിത്തിൻ 3 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ എന്ന് കാണാം. ബട്ട് ഇത് 5 ഇയർ ആണ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. അതിൻ്റെ 3 എന്നാണ് ഉള്ളത്. ടെക്സ്റ്റ് ബുക്ക് ടീച്ചർ മാറ്റി തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഇനി CGASൻ്റെ സ്കീം ഇവിടെ അവൈലബിൾ അല്ല. അൺയൂട്ടിലൈസ്ഡ് ആണെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് തന്നെ അവിടെ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടുന്നുള്ള കേസ് ഇല്ല. ഓക്കെ. അത്രയേ ഉള്ളൂ. ഇനി എന്താ സംഭവം? ഈ സ്പെസിഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 ആളെ പേര് പഠിക്കാണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 4 പേരുണ്ടല്ലോ, 5 ഉണ്ട് ശരിക്കും. എനിക്ക് ഒരു കാരണവശാൽ എനിക്ക് ഇവരെ പേര് ഓർമ്മിക്കാൻ കിട്ടലില്ല. അതുകൊണ്ടാണ് എനിക്കിത് കുഴപ്പം. ഓക്കെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇപ്പം എനിക്കറിയാം NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹൈവേൻ്റെ റോഡ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. ഹൈവേൻ്റെ മേലൂടെ ഇലക്ട്രിസിറ്റീൻ്റെ സംഭവം പോകുന്നുണ്ട്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. എക്സാം ഹോളിൽ ഇതൊക്കെ ഓർമ്മ വരും. ഹൈവേൻ്റെ മേലൂടെ. ബട്ട് ഈ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ ഇതൊന്നും ഓർമ്മ വരില്ല. ബട്ട് യു ട്രൈ ടു ബൈഹാർട്ട് ചെയ്യുക. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പവർ ഫിനാൻസ്. സോ ഫിനാൻസ് ഇസ് പവർ. ഞാൻ അങ്ങനെയൊക്കെ ആ സമയം പഠിച്ചു. ഹൈവേയിൽ ഭയങ്കരമായിട്ട് ഫൈനാൻസ് ഇറക്കേണ്ടി വരും, വലിയ ഹൈവേ അല്ലേ എന്നൊക്കെ പഠിച്ചിട്ടും എനിക്ക് സംഭവം ഒന്നും തലയ്ക്കകത്ത് കയറലില്ല. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ. ഇത്രയും ആൻഡ് എനി നോട്ടിഫൈഡ് ബോഡി. ഈ 5 പേര് ഇറക്കുന്ന ഏതെങ്കിലും ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിനെ അല്ലെങ്കിൽ ബോണ്ട് നമ്മൾ വിളിക്കുക, സ്പെസിഫൈഡ് ബോണ്ട്. റിഡീമബിൾ ആഫ്റ്റർ 3 ഇയർ ഓർ 5 ഇയർ എന്ന് എഴുതിയാൽ മതി. 5 ഇയർ പറയുന്നതിന് ഒരു ഡേറ്റും കാര്യമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഇഫ് ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2018 എന്ന് എഴുതാം. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ വേണോ? ഈസി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. SSC ആണ് പുതിയതായിട്ട് വാങ്ങിക്കുന്നത്. സ്പെസിഫൈഡ് ബോണ്ട്, ലോങ് ടേം ബോണ്ട് ഈ 5 പേര് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കണം. റിഡീമബിൾ വിത്തിൻ 3 ഇയർ ഓർ 5 ഇയർ ഇഫ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ ഓർ ബിഫോർ 1/4/2018 ആണെങ്കിൽ 5 ഇയർ ആഫ്റ്റർ റിഡീം ചെയ്യുന്ന സാധനമായിരിക്കണം. വിറ്റിട്ട് 6 മാസത്തിനുള്ളിൽ വാങ്ങിയിരിക്കണം. ലോവർ ഓഫ് ദിസ് വൺ ബട്ട് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 50 lakh. 5 ഇയർ ആണ് ലോക്ക് ഇൻ പീരീഡ്. ആൻഡ് CGAS സ്കീം നോട്ട് അവൈലബിൾ. ഓക്കെ. നൗ ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടോ? ഉണ്ട്.
ഉണ്ടാവണ്ടേന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, മിസ്റ്റർ എക്സ് പ്രൊവൈഡ് ദി ഫോളോയിങ്. ഹൗസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത്ര, ഹൗസ് സെയിൽ ചെയ്തിരിക്കുന്നത് ഇത്ര. ഹൗസാണ് വരുമോ? യെസ് വരുമോ? യെസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പർച്ചേസ് അനദർ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇവിടെ റെസിഡൻഷ്യൽ ഹൗസാണ് വിറ്റത് എന്ന് ഇവിടെ പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് കേസിൽ ലോങ് ടേം റെസിഡൻഷ്യൽ ഹൗസ്, ഇവിടെയും നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നെയാണ് വരിക. ബട്ട് റെസിഡൻഷ്യൽ യൂസ് ചെയ്യുന്ന വിട്ടിട്ട് റെസിഡൻഷ്യൽ വാങ്ങിച്ചു. ഇവിടെ ആ ഒരു വേർഡാണ് മിസ്സിങ്. റെസിഡൻഷ്യൽ എന്നുള്ള സംഭവം ഇല്ല. റെസിഡൻഷ്യൽ ഹൗസ് വിട്ടിട്ട് റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിക്കുമ്പോൾ ഈ സെക്ഷനിൽ വരും. ബട്ട് ഇവിടെ ഹൗസ് വാങ്ങിച്ചു, പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ഹൗസാന്ന് പറഞ്ഞിട്ടില്ല. റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഹൗസാണ്. സി, റെസിഡൻഷ്യൽ ഹൗസ് വിറ്റു. സോ ദിസ് ഈസ് റെസിഡൻഷ്യൽ ഹൗസ് വിറ്റ് റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിച്ചു. സോ ഇവിടെ സെക്ഷൻ നമ്പർ 54 ആണ് വരിക. ഓക്കെ, പർച്ചേസ് അനദർ. ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട് ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനിലോട്ട് ഇയാൾ ഇതിൻ്റെ കുറച്ച് പൈസ ആയിരിക്കും, നമുക്കത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 54 ഈസി വരും അല്ല. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ രണ്ട് തരത്തിൽ, നമുക്ക് രണ്ടും അപ്ലിക്കബിൾ ആയിട്ടുള്ള ബോണ്ട്സ് ആണ്. രണ്ട് റൂറൽ ഇലക്ട്രിഫിക്കേഷനും നാഷണൽ ഹൈവേ അതോറിറ്റി. സോ ഇതിലെ ബോണ്ടിലേക്കും നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇയാളുടെ കയ്യിലൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, വാങ്ങിച്ച ഡേറ്റ് അതിൻ്റെ വിലയും തന്നിട്ടുണ്ട്. അയാളത് വിറ്റു, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റു, ഇത്ര പൈസ കിട്ടി, ഈ ഇയറിന് വിറ്റു. സോ ഹോൾഡിംഗ് പീരീഡ് ലോങ് ടേം ആണ്. ലോങ് ടേം ആയിട്ടുള്ളത് തന്നെയാണ് വിറ്റിരിക്കുന്നത്. ഇവിടെ നിർബന്ധമാണ് ലോങ് ടേം ആണ് വിറ്റത്, എന്നാൽ മാത്രമേ എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ അവിടെ ലോങ് ടേം എന്ന് കാണാം. സോ ലോങ് ടേം സംഭവം വിറ്റു, 50 ലാക്ക് അയാൾക്ക് കിട്ടി. 50 ലാക്കിന് എക്സംഷൻ കിട്ടണമെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, സോ 54 പ്രകാരം ഇവിടെ ഡിഡക്ഷൻ കിട്ടും. ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് അയാൾ എന്ത് വാങ്ങിച്ചു? ബോണ്ട് വാങ്ങിച്ചു. സോ ഇവിടെ വരും സെക്ഷൻ നമ്പർ 54C. സോ ഇവിടെ രണ്ട് തരത്തിലുള്ള ഡിഡക്ഷൻ വരും. ചെയ്തു നോക്കാം. ഫുൾ ഇവിടെ നിങ്ങൾ എഴുതിക്കോളാം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വരും 50 ലാക്ക്. വിറ്റത് എത്ര പൈസക്കാ? 50 ലാക്ക്. ഇതിൽ നിന്ന് നമുക്ക് ലോങ് ടേം ആണ്. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ലെസ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുമ്പോൾ 5 ലാക്ക് ഇൻറ്റു 301 ട്രാൻസ്ഫർ ചെയ്തത് എക്വയർ ചെയ്ത ഡേറ്റ്. സോ 14,33,333. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ദിസ് വൺ. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ. ഇതിൽ നിന്ന് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എക്സംഷൻ ആദ്യം അണ്ടർ സെക്ഷൻ 54 പുതിയ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. എത്ര പൈസക്ക്? 10 ലക്ഷത്തിന്. കൂടാണ്ട് നമുക്ക് ഏത് പ്രകാരം? എക്സംഷൻ അണ്ടർ സെക്ഷൻ 54EC. ഇവിടെ സി എന്ന് എഴുതിപ്പോയി. നമുക്ക് ഇത്ര ഈസി സെക്ഷൻ ആയിട്ട് സെക്ഷൻ്റെ പേര് ഓർമ്മ. ഓക്കെ, സെക്ഷൻ EC. സോ അണ്ടർ സെക്ഷൻ EC വരും. ECയിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, 1,50,000 ആൻഡ് 50,000. സോ നമുക്ക് കിട്ടും 2 ലാക്ക്. ഇത് 10 ലാക്ക് അല്ല. ദിസ് ഇസ് യുവർ. ഇത് 15 ലാക്കും 50,000 ആണ്. 50 ലാക്കും 5 ലാക്കും ആണ്. 15 ലാക്കും 5 ലാക്ക്. സോ 20 ലാക്ക് വരും. സോ ടോട്ടൽ എക്സംഷൻ 30 ലാക്ക്. ഇതിൽ വിച്ച് എവർ ഈസ് ലോവർ. സോ വിച്ച് എവർ ഈസ് ലോവർ എടുക്കുമ്പോൾ 3 ലാക്ക് വരും. സോ ബാക്കി വരും 5 ലാക്ക്. ഓക്കെ, സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 50 ലാക്ക്. സോ 50 ലാക്കാണ് ഇവിടെ മാക്സിമം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5,66,667. സോ എക്സംഷൻ 50 ലാക്ക് വരെ നമുക്ക് ഇടുന്ന എക്സംഷൻ ചെയ്യാം. ഇവിടെ 30 ലാക്കേ ഉള്ളൂ. സോ അലൗഡ് ആണ്. സോ ഇതാണ് നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ അല്ലേ? ഇനി പറയണ്ടല്ലോ. ഇതിൽ രണ്ടിൽ ഒന്നിക്കൽ ഇത് അല്ലെങ്കിൽ ഈ 30 ലാക്ക് വിച്ച് എവർസ് ലോവറാണ് വരിക. അപ്പോൾ 30 ലാക്കാണ് ലോവർ. ഈ എക്സംഷൻ്റെ ആണ് ലോവർ. സോ എക്സംഷൻ്റെ ലോവർ വരുമ്പം നിങ്ങൾ നോക്കണം ഈ എക്സംഷൻ എന്തിൽ കൂടാൻ പാടില്ല? 50 ലാക്ക്. 50 ലാക്ക് കൂടിയിട്ടുണ്ടോ ഇല്ല. സോ ഇങ്ങനെ ചെയ്യണം.